ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് 10ലെ ഫിസിക്സ് ആണ് കേട്ടോ. അതിലെ പാർട്ട് 1 ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ എന്താണ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ? ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? 2025 പുതിയ ബുക്കാണ് അല്ലേ? അപ്പം അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? സൗണ്ട് വേവ്സ്. എന്താണ് ചാപ്റ്റർ 1? സൗണ്ട് വേവ്സ് അല്ലേ? സൗണ്ട് വേവ്സ് നമ്മൾ സൗണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് എന്താണ് സൗണ്ട് വേവ്സ് എന്താന്ന് നോക്കാം അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ ഈ കുട്ടികൾ പറയുന്നത് നോക്കുക. കുട്ടികൾ ഊഞ്ഞാലാടുന്നില്ലേ? അപ്പൊ ടീച്ചറും ഉണ്ട് അല്ലേ? അപ്പൊ എന്താ ഈ കുട്ടി പറയുന്നത്? ടീച്ചർ, ഷീ ഹാസ് കംപ്ലീറ്റഡ് 10 swings. പ്ലീസ് ആസ്ക് ഹെർ ടു ഗെറ്റ് ഓഫ് ദ സ്വിംഗ്. നൗ ഇറ്റ്സ് മൈ ടേൺ. എന്താണ് പറയുന്നത്? ടീച്ചർ, ഈ കുട്ടി 10 ആട്ടം സ്വിംഗ് അല്ലേ? 10 ആട്ടം എന്താണ് കഴിഞ്ഞു, ഇറങ്ങാൻ പറയൂ, ഇനി എൻ്റെ ടേൺ ആണ്, എൻ്റെ ഊയാന്ന് പറയാണ് അല്ലേ? അപ്പൊ ആ കുട്ടി എന്താ പറയുന്നത്? ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൺലി 5 swings ടീച്ചർ. എന്താണ് 5 ആട്ടമേ ആയിട്ടുള്ളൂ ടീച്ചറെ എന്ന് പറയാണ് ആ കുട്ടിയില്ലേ? അപ്പൊ ടീച്ചർ എന്താ പറയുന്നത്? യെസ്, ദാറ്റ്സ് റൈറ്റ്, ഓൺലി 5 swings. ശരിയാണ്, 5 ആട്ടമേ ആയുള്ളൂ എന്ന് എന്താണ് ടീച്ചർ പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ വൈ ഡിഡ് ദ ടീച്ചർ അഗ്രി വിത്ത് ദ ചൈൽഡ് ഓൺ ദ സ്വിങ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഊഞ്ഞാലാടുന്ന കുട്ടിയുടെ മറുപടിയെ എന്താ ശരി വെച്ചത്? എന്തുകൊണ്ടാണ് ടീച്ചർ? എന്തുകൊണ്ടാണ്? ഹൗ ഷുഡ് ദ സ്വിങ്സ് ബി കൗണ്ടഡ്? എങ്ങനെയാണ് ഊഞ്ഞാലാട്ടം എണ്ണേണ്ടതെന്ന് എങ്ങനെയാണ് നോക്കാം നമുക്ക് അല്ലേ? ഊഞ്ഞാലാട്ടം എങ്ങനെ എണ്ണുക നോക്കാം നമുക്ക്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്? ഊഞ്ഞാലിന്റെ ഈ ചലനം, ഈ സ്വിങ്ങിന്റെ മോഷൻ എങ്ങനെയാണ്? ഏത് തരമാണ്? സർക്കുലർ ആണോ? ഓസിലേറ്ററി ആണോ? എങ്ങനെയാണ്? സർക്കുലർ ആണോ? അല്ല അല്ലെ, ഓസിലേറ്ററി ആണ് അല്ലെ? ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് ദ മോഷൻ ഓഫ് ദ സ്വിങ്. എന്താണ് ഊഞ്ഞാലിന്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രം നോക്കൂ, കണ്ടോ? വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ എന്താണ്? വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? എന്താ ഇവിടെ പറയുന്നത്? ഊഞ്ഞാല് ആ ഫ്രീ സ്റ്റേറ്റിൽ നിന്ന് ഈ സ്ലോ ഓസിലേഷൻ ആരംഭിക്കുന്ന സ്ഥാനം എവിടുന്നാണ്? നിങ്ങളൊക്കെ ഊഞ്ഞാലാടുന്ന ആൾക്കാരല്ലേ? ഈ എ എന്നാണോ, ഒ എന്നാണോ, ബി എന്നാണോ? ഈ ഫ്രീ സ്റ്റേറ്റിൽ നിന്ന് ഈ ഓസിലേഷൻ ആരംഭിക്കുന്ന സ്ഥാനം എവിടെയാണ്? എവിടുന്നാണ്? എ ആണോ, ഒ ആണോ, ബി ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഊഞ്ഞാലാടുന്ന ആളല്ലേ അല്ലേ? Oscillating is a periodic motion in which an object moves to and fro at regular intervals of time about its equilibrium position. എന്താണ്? ഒരു വസ്തു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ആസ്പദമാക്കി അല്ലെ? ഒരു വസ്തു എന്താണ്? ഇക്വിലിബ്രിയം പൊസിഷൻ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണല്ലോ എന്ത്? ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലെ? എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാല്? ഓസിലേഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു വസ്തു എന്താണ്? ഇക്വിലിബ്രിയം പൊസിഷൻ ആസ്പദമാക്കി കൃത്യമായ റെഗുലർ ഇന്റർവെൽസിൽ അല്ലെ? കൃത്യമായ ഇടവേളകളിൽ എന്താണ്? ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് എന്ത്? ഈ ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ in the figure, what is the maximum displacement to one side from the equilibrium position? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ ഈ ഇക്വിലിബ്രിയം പൊസിഷൻ ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 2a ആണോ, a/2 ആണോ, a ആണോ? നോക്കൂ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. ദ സിംബൽ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഈസ് a. The SI unit of an amplitude is meter m. എന്താണ് ഈ ഇക്വിലിബ്രിയം പൊസിഷൻ? എന്താണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി എന്താണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? എന്താ ഇതിന്റെ അളവാണെന്ത്? അളവ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലെ? അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എ എന്ന അക്ഷരം കൊണ്ടാണ്, സ്മോൾ ലെറ്റർ എ എന്ന അക്ഷരം കൊണ്ടാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് സിമ്പിൾ ചെയ്യുന്നത് അല്ലെ? അതുപോലെ എന്താണ് ഈ ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്, എം ആണ് കേട്ടോ. അപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ എ ആണ്. അതിന്റെ SI യൂണിറ്റ് എന്താണ്? ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, സ്മോൾ ലെറ്റർ എം ആയിട്ട്. വെൻ ഡസ് ദ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? അപ്പൊ ഊഞ്ഞാൽ ഒരു ഓസിലേഷൻ, അതായത് ഊഞ്ഞാൽ ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നത് എപ്പോഴാണ് വെച്ചിരിക്കുന്നത്? വെൻ ദ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം O, reaches A and turn to O. When the pendulum starts from O, reaches A, then to B and back to O. എങ്ങനെയാണ് എന്താണ് ഈ ഓസിലേഷൻ? അതായത് എന്താണ്
ഒരു ഊഞ്ഞാലിന്റെ ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്ന എപ്പോഴാണ്? ഇങ്ങനെ അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ അറിയോ? ഓയിൽ നിന്ന് എയിലെത്തി തിരികെ ഓയിൽ എത്തുമ്പോഴാണോ, അല്ലെങ്കിൽ ഓയിൽ നിന്ന് എയിൽ എത്തി അവിടെ നിന്ന് ബിയിൽ എത്തി തിരികെ ഓയിൽ എത്തുമ്പോഴാണോ? ഏതാണ്? എപ്പോഴാണ് ഒരു ഊഞ്ഞാല് ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നത്? A swing complete one oscillation when the pendulum starts from O, goes to both sides and then return to O. എന്താ ഇവിടെ പറയുന്നത്? ഓയിൽ നിന്ന് പുറപ്പെട്ട് ഇരുവശങ്ങളിലേക്കും പോയി തിരികെ ഓയിൽ എത്തുമ്പോഴാണല്ലോ ഊഞ്ഞാൽ ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നത്. അപ്പൊ നമ്മളിവിടുത്തെ ഓസിലേഷൻ പൂർത്തിയാക്കുന്നത് എന്താണ്? ഒരു ഊഞ്ഞാൽ ഓയിൽ നിന്ന് പുറപ്പെട്ട് ഓയിൽ നിന്ന് പുറപ്പെട്ട് ഇരുവശങ്ങളിലേക്കും പോയി തിരികെ ഓയിൽ എത്തുമ്പോഴാണ് ഊഞ്ഞാൽ എന്താക്കുന്നത്? ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നത് അല്ലെ. ഓയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ തിരിച്ച് എയിലേക്ക് വന്ന് പിന്നെ ഓയിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പം ഇത് നോക്കൂ. An oscillation is completed when the body returns to its initial position in the same direction from where it started. അപ്പം എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ? An oscillation is completed when the body returns to its initial position in the same direction from it started. എവിടെ നിന്ന് ഈ മോഷൻ തുടങ്ങിയോ അതേ ഡയറക്ഷനിൽ അവിടെ തിരിച്ചു വരുന്നതാണ് എന്ത്? ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വാട്ട് ഇഫ് കൗണ്ടിങ് starts from a swing completes one oscillation when it starts from A, reaches B and returns to A. ഫിഗർ 1.1c നോക്കൂ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? എയിൽ നിന്നാണ് എണ്ണാൻ തുടങ്ങുന്നതെങ്കിലോ എയിൽ നിന്ന് ബിയിൽ പോയി തിരികെ എയിൽ എത്തുമ്പോഴാണെന്ത്? ഊഞ്ഞാൽ ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബിയിൽ പോയിട്ട് പിന്നെ എയിലെത്തിയിട്ട് പിന്നെ വീണ്ടും ഓയിലെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നത്. ഇനി എ എന്നാണ് നമ്മൾ ഓസിലേഷൻ പറയുന്നതെങ്കിൽ എന്താണ്? എയിന്ന് ഓലും ബിയിലെത്തിയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും എയിലെത്തുമ്പോഴാണ് എന്ത്? ഒരു ഓസിലേഷൻ പൂർത്തിയാകുന്നത് അല്ലെ. അപ്പൊ എയിൽ നിന്നാണ് എണ്ണാൻ തുടങ്ങുന്നതെങ്കിൽ എയിൽ നിന്ന് ബിയിൽ പോയി തിരികെ എയിൽ എത്തുമ്പോഴാണെന്ത്? ഊഞ്ഞാൽ ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നത്. അപ്പൊ ഏന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴാണ് 1 അല്ലെ. പിന്നെ തിരിച്ച് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടാണ് 2 അല്ലെ. അങ്ങനെയാണെന്ത് നമ്മള് ഈ ഓസിലേഷൻ നോക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാന്നുള്ളത്. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് തിരിച്ച് അവിടെ തന്നെ രണ്ട് സ്ഥലത്തും പോയി തിരിച്ച് അവിടെ തന്നെ എത്തുമ്പോഴാണെന്ത്? ഓസിലേഷൻ പൂർത്തിയാവുന്നത് അല്ലെ. ഇനി നോക്കൂ, ഇവിടെ നിന്നാണ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബിയിലേക്ക് പോയി തിരിച്ച് തന്നെ എത്തുമ്പോഴാണെന്ത്? ഓസിലേഷൻ പൂർത്തിയാവുന്നത് അല്ലെ. വാട്ട് കുഡ് ബി ദ റീസൺ ദാറ്റ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ കൗണ്ടഡ് ബൈ ദ ചൈൽഡ് വെയിറ്റിംഗ് ഫോർ ഹിസ് ടേൺ ടു സ്വിംഗ് ആൻഡ് ദ ചൈൽഡ് ഓൺ ദ സ്വിംഗ് വർ ഡിഫറെന്റ്? ഡിസ്കസ് ആൻഡ് ഫൈൻഡ് ഔട്ട്. നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ടു കൗണ്ട് ഓസിലേഷൻ ആക്യുറേറ്റ്ലി. അപ്പൊ നിങ്ങളൊക്കെ ഊഞ്ഞാലാടി ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഇപ്പൊ ഊഞ്ഞാൻ കാത്തു നിന്ന ഈ കുട്ടിയും അതുപോലെ ഊഞ്ഞാലാടുന്ന കുട്ടിയും കണ്ടെത്തിയ ഈ ഓസിലേഷന്റെ എണ്ണം വ്യത്യസ്തമായതിന് കാരണം എന്തായിരിക്കും? ചർച്ച ചെയ്ത് കണ്ടെത്തുക അല്ലെ. ശരിയായ രീതിയിൽ എന്താണ് ഓസിലേഷൻ എണ്ണുന്നത് എങ്ങനെയാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. സാധാരണ എന്താണ് ഇവിടുന്ന് എന്ന് ബിയിലെത്തുമ്പോ 1, ബിന്ന് എയിലെത്തുമ്പോ 2 അങ്ങനെ എണ്ണീട്ടാണ് മറ്റേ കുട്ടിക്ക് 10 ആയത് അല്ലെ. ശരിക്കും എന്താണ് ശരിക്കും വേണ്ടത്? എന്ന് ബിയിലെത്തിയിട്ട് ബിന്ന് എയിലെത്തുമ്പോഴാണ് 1 ആവുന്നത് അല്ലെ. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ആ ഊഞ്ഞാലാടുന്ന കുട്ടി പറയുന്നത് ശരിയായത് അല്ലെ. ഓക്കെ, അപ്പൊ ടീച്ചർ അതിനോട് ശരി വെച്ചത് അതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഓസിലേഷൻ കൗണ്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കൂ. ഗിവ് മോർ എക്സാമ്പിൾസ് ഓഫ് ഓസിലേറ്ററി മോഷൻ. ഇനി ഈ ഓസിലേറ്ററി മോഷന് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ക്ലോക്കിലെ ഈ പെൻഡുലത്തിന്റെ ചലനം അല്ലെ. മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. അപ്പൊ എന്താണ് ഈ ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ മോഷൻ അല്ലെ. പിന്നെന്താണ് ഒരു കുട്ടി കയറിൽ എന്താണ് ഒരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം കെട്ടി തൂക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മോളത്തെ കൈ അനക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുക അല്ലെ. അതും എന്താണ് ഒരു ഓസിലേറ്ററി മോഷനാണ് അല്ലെ. Have you ever noticed how many oscillations the pendulum in a clock completes for a time change of 1 minute? എന്താ ഇവിടെ ചോദിച്ചത്? ക്ലോക്കിലെ പെൻഡുലം എത്ര ഓസിലേഷൻ പൂർത്തീകരിക്കുമ്പോഴാണ് ക്ലോക്കിൽ 1 മിനിറ്റ് സമയമാറ്റം ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute to complete 13 oscillations, how long does it take to complete 1 oscillation? അപ്പൊ 13 ഓസിലേഷൻ 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് കണ്ടെത്താമോ? എന്താണ് 30 ഓസിലേഷന് 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം
ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുമെന്ന് കണ്ടെത്താൻ. അതായത് 30 ഓസിലേഷൻ 1 മിനിറ്റ് സമയം എടുക്കുന്ന ഒരു പെൻഡുലം ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്നു കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ വെച്ച് നോക്കാം അല്ലെ. ടൈം ഓഫ് 30 ഓസിലേഷൻ എന്താണ്? ടൈം ഫോർ 30 ഓസിലേഷൻ അല്ലെ. 30 ഓസിലേഷൻ ആവശ്യമായ സമയം എത്രയാണ്? 1 മിനിറ്റ് അല്ലെ. അതായത് 1 മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ്. ദെൻ ടൈം ഓഫ് 1 ഓസിലേഷൻ എത്രയാണ്? 60 സെക്കൻഡ് ബൈ 30 അല്ലെ. അപ്പൊ 60 ബൈ 30 0 ക്യാൻസൽ ആക്കുക. 6 ൽ 3 എത്ര? 2 അല്ലെ. അപ്പൊ 2 സെക്കൻഡ് അല്ലെ. അപ്പൊ എന്താണ്? 2 സെക്കൻഡ് ആണ് എന്താക്കുന്നത്? ഈ ഒരു ഓസിലേഷൻ ആവശ്യമായ സമയം അല്ലെ. ടൈം ഫോർ ഓസിലേഷന് 2 സെക്കൻഡ് ആണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നോക്കി. ഇതെന്താണ്? In early pendulum clocks, grandfather's clock, pendulum second pendulum of length 99.35 cm, about 1 meter, was used. It was made of an alloy called Invar invariable. അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? പഴയ കാലത്തെ പെൻഡുലം ക്ലോക്കുകളിൽ, നമ്മൾ ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക് എന്ന് പറയാം അല്ലെ, 99.35 സെന്റിമീറ്റർ, ഏകദേശം 1 മീറ്റർ നീളമുള്ള പെൻഡുലം എന്താണ്? സെക്കൻഡ്സ് പെൻഡുലം ഉപയോഗിച്ചിരുന്നു. ഇൻവാർ എന്ന ഈ അലോയിനോണ്ടാണ് എന്ത് ഉപയോഗിച്ചത്? ഇത് ഉണ്ടാക്കിയില്ലേ? ഈ അലോയ് കൊണ്ടാണ് എന്ത്? ഇൻവാർ എന്ന് പറഞ്ഞാൽ അലോയ് ഉപയോഗിച്ചാണ് എന്ത് ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇൻവാർ എന്ന് പറഞ്ഞാൽ ഇൻവേരിയബിൾ അല്ലേ. ഓക്കെ, അപ്പൊ പെൻഡുലം ക്ലോക്കിൽ ഇത് മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ അതുപോലെ പെൻഡുലത്തിന്റെ ഒരു ടൈം ഫോർ 1 ഓസിലേഷന് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് പറയാ? നമുക്ക് 30 ഓസിലേഷന് 1 മിനിറ്റ് ആണെങ്കിൽ എന്താണ് നമുക്ക് ഒരു ഓസിലേഷന് എത്ര ടൈം വരും എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഓക്കെ, 60 സെക്കൻഡ് ബൈ 30 = 2 സെക്കൻഡ്. അപ്പൊ നോക്കൂ, ദ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഇസ് കോൾഡ് പീരീഡ്. അപ്പൊ എന്താണ്? ദ ടൈം ടേക്കൺ, ഒരു ഓസിലേഷൻ ആവശ്യമായ സമയത്തെ എന്താണ്? പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ഇസ് കോൾഡ് പീരീഡ്. ഇറ്റ് സിംബൽ ഈസ് ടി. SI യൂണിറ്റ് ഓഫ് പീരീഡ് ഈസ് സെക്കൻഡ് അല്ലെ. അപ്പൊ എന്താണ്? ഒരു ഓസിലേഷൻ ആവശ്യമായ സമയത്തെ പീരീഡ് എന്ന് പറയുന്നു. ഇത് ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു അല്ലെ. ക്യാപിറ്റൽ ലെറ്റർ ടി ആണ് അതിന്റെ സിംബല്. SI യൂണിറ്റ് എന്താ? പീരീഡിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ്, സ്മോൾ ലെറ്റർ S. നമ്മളിവിടെ നേരത്തെ വേറെ എന്തോന്ന് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ആംപ്ലിറ്റ്യൂഡ് അല്ലെ. ആംപ്ലിറ്റ്യൂഡിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? A ആണ്. SI യൂണിറ്റ് എന്താണ്? ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റ് M അല്ലെ, മീറ്റർ ആണ്. അതുപോലെ എന്താണ് ഇവിടെ ഈ പീരീഡിന്റെ സിമ്പിള് T ആണ്, ക്യാപിറ്റൽ ലെറ്റർ T ആണ്. ആംപ്ലിറ്റ്യൂഡിന്റെ സ്മോൾ ലെറ്റർ A ആണ് അല്ലെ. അതുപോലെ പീരീഡിന്റെ സ്മോൾ ലെറ്റർ T ആണ് ഇത് സിമ്പിള്. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. ഇതേ പെൻഡുലം 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻ പൂർത്തിയാക്കുമെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്താക്കുക? നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു 1 മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലെ, ഇസ് ഈക്വൽ ടു 30. അത് നമുക്ക് തന്നതാണ് അല്ലെ. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നുണ്ട് എന്ത്? 1 മിനിറ്റ് കംപ്ലീറ്റ് 30 ഓസിലേഷൻ അല്ലെ. അത് നമുക്ക് എടുത്തു അല്ലെ. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു 30. നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്, 1 സെക്കൻഡിൽ എത്രയാണ് നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 30/60 ഈസ് ഈക്വൽ ടു 1/2 അല്ലെ, 0.5. ഓക്കെ, അതാണ് ഇത് നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എഴുതിയെന്നേ ഉള്ളൂ അല്ലെ. ഇവിടെ നമ്പർ ഓഫ് ഓസിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മറ്റേ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ അവിടെ സെക്കൻഡ് ടൈം ഓഫ് ഓസിലേഷൻ ആണ് അല്ലെ. ടൈം ഓഫ് ഓസിലേഷൻ ആണ് ചോദിച്ചത്. ഇവിടെ നമ്പർ ഓഫ് ഓസിലേഷൻ ആണ് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. നമുക്ക് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഇനി എന്താണ്? 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷന്റെ എണ്ണമാണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷന്റെ എണ്ണമാണ് എന്ത്? ഫ്രീക്വൻസി. ദ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹേർട്സ്. അപ്പൊ ഫ്രീക്വൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹേർട്സ് ആണ് അല്ലെ. HERTZ അല്ലെ, ഹേർട്സ്. ഇത് സിമ്പിൾ എന്താണ്? HZ അല്ലെ. അപ്പൊ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹേർട്സ് ആണ്. ഫ്രീക്വൻസി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ F അല്ലെ. ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ F ആണ് കേട്ടോ. ഓക്കെ, നോക്കൂ. ലെറ്റ്സ് ഫൈൻഡ് ദ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് എ പെൻഡുലം സ്വിംഗിങ് അറ്റ് എ ലോ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇതിന് മുന്നേ ഇത് നോക്കാം നമുക്ക്. അതാരെ? ഹെൻറിച്ച് റുഡോൾഫ് ഹേർട്സ് ആണ് കേട്ടോ. ഹെൻറിച്ച് റുഡോൾഫ് ഹേർട്സ് അല്ലെ. ലൈഫ് ടൈം 1857 to 1894 ആണ്. പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ്? ഹാംബർഗ്, ജർമ്മനിയിലാണ് അല്ലെ.
ഇനി മേജർ കോൺട്രിബ്യൂഷൻസ് അല്ലെ, പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്? എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റ്സ് ഓഫ് ദ റേഡിയോ, telephone, telegraph and television, discovered photoelectric effect. The unit of frequency was named Hertz to honor him. അല്ലെ, എന്താണ് ഈ എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി. അതുപോലെ റേഡിയോ, ടെലിഫോൺ, ടെലഗ്രാഫ്, ടെലിവിഷൻ എന്നിവയുടെ പുരോഗതിക്ക് ആവശ്യമായ അടിത്തറയിട്ട് അല്ലെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്താണ് കണ്ടുപിടിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് എന്ത് ഈ ഫ്രീക്വൻസിക്ക് ഹേർട്സ് എന്ന യൂണിറ്റ് നൽകിയത്. ഓക്കെ, ഹേർട്സ് എന്ന് പറഞ്ഞ യൂണിറ്റ് നൽകിയത് അദ്ദേഹത്തിനോട് ഒരു ആദരസൂചകമായിട്ടാണ് കേട്ടോ. ഓക്കെ, ദെൻ നോക്കൂ, ഇനി ഇവിടെ നോക്കൂ. ലെറ്റ്സ് ഫൈൻഡ് ദ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് എ പെൻഡുലം ബൈ സ്വിംഗിങ് ഇറ്റ് അറ്റ് ലോ ആംപ്ലിറ്റ്യൂഡ്. കുറഞ്ഞ എന്താണ് ആംപ്ലിറ്റ്യൂഡ്. ഒരു പെൻഡുലം ഓസിലേഷൻ ചെയ്യിച്ച് പെൻഡുലത്തിന്റെ പീരീഡ്, ഫ്രീക്വൻസി ഇവ കണ്ടെത്തിയാൽ നമുക്ക് tie a bob to a string and hang it on a stand. This system is called a simple pendulum. Complete table 1.1 by doing an experiment using a simple pendulum, meter scale and stopwatch. എന്താണ് പറഞ്ഞത്? ഒരു ബോബ് ചരടിൽ കെട്ടി സ്റ്റാൻഡിൽ തൂക്കിയിടുക. അതേപോലെ ഈ സംവിധാനമാണ് എന്ത് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് കേട്ടോ. സിമ്പിൾ പെൻഡുലം, മീറ്റർ സ്കെയിൽ, അതുപോലെ സ്റ്റോപ്പ് വാച്ച് ഇവ ഉപയോഗിച്ച് എന്താണ് ഈ പരീക്ഷണ പ്രവർത്തനത്തിലൂടെ നമുക്ക് എന്താക്കുക ഈ ടേബിൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താക്കുക ഇതുപോലെ ഒരു സിമ്പിൾ പെൻഡുൽ ഉണ്ടാക്കുക. ഇതൊരു സിമ്പിൾ പെൻഡുലാണ് അല്ലേ. ഈ സിമ്പിൾ പെൻഡുൽ ഉണ്ടാക്കിയിട്ട് എന്താക്കുക നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ എന്താ ലെങ്ത് ഓഫ് ദ പെൻഡുലാണ് അല്ലേ. എത്രയാണ്? സ്മോൾ ലെറ്റർ L ആണ് അല്ലേ. സെന്റിമീറ്ററിൽ 25 എന്ന് കൊടുത്തു. ഇനി ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ. 10 ഓസിലേഷനിൽ എത്ര ടൈമാണ് എടുക്കുന്നത് നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇവിടെ എഴുതുക. അതുപോലെ പീരീഡ് നമുക്ക് ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ആണ് കേട്ടോ. അത് എസ് പീരീഡിൻ്റെ ഇവിടെ ഇത് കണ്ടുപിടിക്കുക. ടൈം അല്ല, ടൈം ഇവിടെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? അത് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ എന്താ അത്ര ടൈം ടേക്കൺ 10 ഓസിലേഷൻ അല്ലേ. അപ്പോൾ 10 അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പീരീഡ് കിട്ടും. ഇനി ഫ്രീക്വൻസിയോ നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം. ഓക്കെ, അത് വെക്കുക. ഹേർട്സിൽ കാണുക. അതുപോലെ 60 ലെങ്ത്തിൽ അതും കാണുക, 100ലും കാണുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഇത് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി? ഈ when the length of the pendulum increases, ഏതാണ്? പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുമ്പോൾ ഈ ഫ്രീക്വൻസിയിൽ എന്ത് മാറ്റം ഉണ്ടാകും? കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? കുറയുക ചെയ്യുന്നത് അല്ലേ. എന്താണ് നോക്കൂ, when the length of the pendulum increases, frequency decreases അല്ലേ. പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ എന്താണ്? ഫ്രീക്വൻസി ഡിക്രീസ് ആവുന്നു അല്ലേ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? അപ്പോൾ പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ദ ടൈം റിക്വയർഡ് ഫോർ 1 ഓസിലേഷൻ ഇസ് ഈക്വൽ ടു ടി അല്ലേ. ഒരു ഓസിലേഷൻ ആവശ്യമായ സമയം എന്താണ്? ക്യാപിറ്റൽ ടി ആണ് അല്ലേ. ഇനിയോ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡോ? ഒരു സെക്കൻഡിൽ ഉണ്ടായ ഓസിലേഷൻ്റെ എണ്ണം എത്രയാണ്? സ്മോൾ ലെറ്റർ എഫ് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി ഈക്വൽ ടു എഫ് ഈക്വൽ ടു 1 ബൈ പീരീഡ് അല്ലേ. അപ്പോൾ 1 ബൈ ടി അല്ലേ. ആസ് ദ പീരീഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ് അല്ലേ. എന്താണ്? പീരീഡ് കൂടുമ്പോൾ എന്താണ്? ഫ്രീക്വൻസി കുറയുന്നു അല്ലേ. ഓക്കെ, ദെൻ ഇനി നോക്കൂ ഇവിടെ. ഇൻ റേഡിയോ ആൻഡ് television transmission you may have heard the unit kilohertz and megahertz. These are also practical units of frequency. എന്താണ് ഇവിടെ പറയുന്നത്? റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവയുടെ ഈ പ്രക്ഷേപണത്തിൽ എന്താണ്? കിലോ ഹേർട്സ്, മെഗാ ഹേർട്സ് എന്നീ പദങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇവയും എന്താണ്? ഫ്രീക്വൻസിയുടെ പ്രായോഗിക യൂണിറ്റുകളാണ് കേട്ടോ. യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി അല്ലേ. പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ആണ് ഇതൊക്കെ. കിലോ ഹേർട്സും മെഗാ ഹേർട്സും ഒക്കെ അല്ലേ. അപ്പോൾ 1 കിലോ ഹേർട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഹേർട്സ് ഈസ് ഈക്വൽ ടു 10⁻³ ഹേർട്സ് അല്ലേ. ഇനി 1 മെഗാ ഹേർട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh ഹേർട്സ് അല്ലേ. 10⁻⁶ ഹേർട്സ്. ഓക്കെ,
നോക്കൂ, ആർ ഇൻ ടേണിംഗ് ഫോർക്ക് യൂസ്ഡ് ഫോർ എക്സ്പെരിമെന്റ് കണക്ട് വിത്ത് സൗണ്ട്? ഹാവ് യു നോട്ടീസ് ദ മാർക്കിംഗ് ഓൺ ദം? ഒബ്സർവ് ദ വേരിയസ് ട്യൂണിംഗ് ഫോക്സ് ആൻഡ് നോട്ട് ഡൗൺ ദ മാർക്കിംഗ്സ് ഓൺ ഈച്ച് ഓഫ് ദം വിത്ത് ദയർ യൂണിറ്റ്സ്. എന്താണ്? ശബ്ദവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്ക് ട്യൂണിംഗ് ഫോർക്കുകൾ ഉപയോഗിച്ചിരുന്നില്ലേ? ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിവിധ ട്യൂണിംഗ് ഫോർക്കുകൾ നിരീക്ഷിച്ച് അവ ഓരോന്നിലെയും രേഖപ്പെടുത്തലുകൾ ഏതൊക്കെയാണെന്ന് യൂണിറ്റ് സഹിതം ഒന്ന് കുറിച്ച് നോക്കൂ. 256 ഹെർട്സ് അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തിരുന്നില്ലേ? ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ മാർക്കിംഗ് ഓൺ ദ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ഇറ്റ്സ് നമ്പർ ഓഫ് വൈബ്രേഷൻസ്? ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തലും അതിന്റെ വൈബ്രേഷന്റെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? The marking on a tuning fork indicates the frequency of the tuning fork, exciting tuning forks of different frequencies in a similar manner and listen to the sound. ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തൽ ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിയെ സൂചിപ്പിക്കുന്നു അല്ലെ, അതിന്റെ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയാണ് എന്താക്കുന്നത്, സൂചിപ്പിക്കുന്നത്. എന്താണ്? ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തൽ ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്നു. വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള ട്യൂണിംഗ് ഫോർക്കുകൾ എന്താണ്, ഒരേ രീതിയിൽ എന്താക്കുന്നുണ്ട്, ഉത്തേജിപ്പിച്ച് ശബ്ദം ശ്രദ്ധിക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഡു യു ഫീൽ എനി ഡിഫറൻസ്? അങ്ങനെ ആകുമ്പോൾ വ്യത്യാസം എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോന്നാ. നോട്ട് ദ ഫ്രീക്വൻസി മാർക്ക്ഡ് ഓൺ ഈച്ച് ഓഫ് ദം. അവ ഓരോന്നിനും രേഖപ്പെടുത്തിയിരിക്കുന്ന ഫ്രീക്വൻസി ശ്രദ്ധിക്കുക. ഈസ് ഇൻ ദ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ സൗണ്ട് ഹിയർ? എന്താണ് ഇവിടെ അനുഭവപ്പെട്ട ശബ്ദ വ്യത്യാസത്തിന് കാരണം ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസമല്ലേ? Find the number of times each tuning fork vibrates independently in 1 second using the ICT facility, audio frequency counter. എന്താണ്? ഓരോ ട്യൂണിംഗ് ഫോർക്കും നമ്മൾ ഫ്രീ ആയിട്ട് വൈബ്രേഷൻ ചെയ്യുമ്പോൾ 1 സെക്കൻഡിൽ എത്ര തവണ വൈബ്രേഷൻ ചെയ്യുന്നു എന്ന് ICT സാധ്യത ഓഡിയോ ഫ്രീക്വൻസി കൗണ്ടർ ഉപയോഗപ്പെടുത്തി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. When an object vibrates freely, it vibrates in its innate frequency. This is the natural frequency of that object. ഒരു വസ്തുവിനെ ഫ്രീ ആയിട്ട് വൈബ്രേഷൻ ചെയ്യിച്ചാൽ അത് അതിന്റെ തനതായ ഫ്രീക്വൻസിയിൽ എന്താണ് ആയിരിക്കും അല്ലെ, അപ്പൊ ഈ വൈബ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു വസ്തുവിനെ എന്താണ് ഈ ഫ്രീ ആയിട്ട് വൈബ്രേഷൻ ചെയ്യിപ്പിച്ചാൽ അത് അതിന്റെ എന്താണ് തനതായ ഫ്രീക്വൻസിയിലായിരിക്കും എന്താണെന്ന് ഈ വൈബ്രേഷൻ ചെയ്യുന്നത്. ഈ ഫ്രീക്വൻസിയാണ് എന്ത്, ആ വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഒരു factors that influence the natural frequency of an object. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ഫ്രീക്വൻസിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആണെന്ത്, ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലെ, വസ്തുവിന്റെ നീളം, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വലുപ്പം, ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ അല്ലെ, ആ പദാർത്ഥത്തിന്റെ സ്വഭാവം തുടങ്ങിയവയൊക്കെ അല്ലെ, എക്സെട്ര. Change in any one of these factors will affect the natural frequency of an object. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റമുണ്ടായാലും സ്വാഭാവിക ഈ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് മാറ്റമുണ്ടാവില്ല. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം ഉണ്ടായാലും എന്താണ്, ആ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് എന്താക്കും, മാറ്റമുണ്ടാവും അല്ലെ. ഡു ഓൾ ഒബ്ജക്ട് വൈബ്രേറ്റ് ഓൺലി ഇൻ ദെയർ നാച്ചുറൽ ഫ്രീക്വൻസി? എല്ലാ വസ്തുക്കളും നാച്ചുറൽ ഫ്രീക്വൻസിയിൽ മാത്രമായിരിക്കുമോ ഈ വൈബ്രേഷൻ ചെയ്യുന്നത്? വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ വൈബ്രേഷൻ അറിയില്ലേ, ഇപ്പൊ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയില്ലേ വൈബ്രേഷൻ അല്ലെ, കമ്പനം അല്ലെ. ഓക്കെ, then